സ്ലീവ മെഡിസിറ്റിയുടെ അനാസ്ഥ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട ഏലിയാമ്മയുടെ സഹോദരിയുടെ വാക്കുകൾ കേൾക്കുക. 72 വയസ്സായിരുന്നുവെങ്കിലും വളരെ ചുറുചുറുക്കോടെ ഓടി നടന്നിരുന്ന ആളായിരുന്നു ഏലിയാമ്മ പുന്നൂസ്. ബംഗളൂരുവിലെ ഒരു പ്രമുഖ ആശുപത്രിയിൽ ഹെഡ് നഴ്സായി വിരമിച്ച ഏലിയാമ്മ ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവും അച്ചടക്കവും പാലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കോവിഡ് കാലയളവിൽ ഒരു എക്സ്ട്രാ കെയർ എന്ന നിലയ്ക്കാണ് അവരുടെ നാട്ടിൽ പുതുതായി ആരംഭിച്ച പാല മർസ്ലീവ ആശുപത്രിയിലേക്ക് കോവിഡ് സംശയിച്ച് അവർ പോയത്. പുറമേയുള്ള മോടി കണ്ട് സ്ലീവ മെഡിസിറ്റിയിൽ പോയ ഏലിയമ്മയ്ക്ക് അവിടെ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളും ഒടുക്കം ആശുപത്രിയിൽ നിന്നും ഇൻഫെക്ഷൻ ബാധിച്ച് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ കൊണ്ട് ദുരിതമനുഭവിച്ച് ഒടുക്കം ഏലിയാമ്മയുടെ മൃതദേഹവുമായി പോകേണ്ടി വന്ന ഏലിയാമ്മയുടെ സഹോദരിയും അമേരിക്കയിൽ നഴ്സുമായ ലിസി തോമസിന്റെ വാക്കുകൾ കേൾക്കുക. 2022 സെപ്റ്റംബർ 16 തീയതിയാണ് ഏലിയാമ്മ പുന്നൂസ് മെഡിസിറ്റിയിൽ മരിച്ചത്. ഏലിയാമ്മയുടെയും സഹോദരിയുടെയും കൂടുതൽ വിവരങ്ങളും ഫോട്ടോയും അവരുടെ സ്വകാര്യതയെ മാനിച്ച് ഞങ്ങൾ നൽകുന്നില്ല. ഒരു മനുഷ്യായുസ് മുഴുവൻ വിവിധ ആശുപത്രികളിൽ നഴ്സായി സേവനം അനുഷ്ഠിച്ച ഒരാൾക്കും അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയൊരു ആശുപത്രിയിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഇപ്പോഴും സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ സഹോദരിക്ക് അത്ര മെഡിക്കൽ നോളജ് ഉള്ളവർക്കാണ് ഈ ദുരനുഭവം ഉണ്ടായതെന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ കാര്യം പറയുവാനുണ്ടോ? എന്റെ പേര് ലിസിന്ന. ഞാൻ ഇവിടുന്ന് US നിന്നായിരുന്നു വിളിക്കുന്നത്. എനിക്ക് 62 വയസ്സുണ്ട്. ഞാൻ വിളിക്കാറുള്ള കാരണം ഞാനൊരു 2-3 ദിവസം മുമ്പ് ഈ മാർസ്ലീവയുടെ ഒരു ഹോസ്പിറ്റലിന്റെ കുറിച്ച് ഒരു മെസ്സേജ് ഇട്ടില്ലായിരുന്നു. നഴ്സുമാരുടെ 2022 നടക്കുന്ന ഒരു സംഭവമാണ്. അവിടെ ഞങ്ങൾക്ക് ഒരു എന്നാ പറയുന്ന അത്രയും ഒരു ബാഡ് എക്സ്പീരിയൻസ് അവിടെ ഉണ്ടായത്. ഞങ്ങൾക്ക് എവിടെ കംപ്ലൈന്റ് ചെയ്യുന്ന അറിയത്തില്ല. ഞാനാണെങ്കിൽ ആ കോട്ടയത്ത് ഇതുണ്ട് മെഡിക്കൽ ഇവരുടെ എന്തോ പറഞ്ഞ ഒരു പേരുണ്ടല്ലോ, അവിടെ പോയി അതിന് കംപ്ലൈന്റ് ചെയ്യാന്ന് വിചാരിച്ചു. അവിടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെയുള്ള അന്യായം ആ ഹോസ്പിറ്റലിൽ വെച്ച്. എന്റെ ചേച്ചിക്ക് ആക്ച്വലി ഈ കോവിഡ് ആ സമയത്ത് 22 കോവിഡ് ടൈം അല്ലേ. അപ്പൊ കോവിഡ് ടൈമില് ഈ ചേച്ചിക്ക് ഒരു പ്രാവശ്യം അവർക്ക് ചേച്ചിക്ക് പ്രായമുള്ള ചേച്ചിക്ക് 72 ഇയേഴ്സ് ഞാൻ അറിയുന്നത് ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ. അതുവരെ ചേച്ചി ഞങ്ങളുടെ ഒരു ഓൺ ചേച്ചി, അതായത് എന്റെ മൂത്ത ചേച്ചിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചേച്ചിക്ക് പ്രായമുള്ളൊരു ഇതിലാണ്. ചേച്ചിക്ക് അങ്ങനെ സിക്കായിട്ട് ഇങ്ങനെ നടക്കുകയും ചേച്ചി ഇപ്പോഴും ഒരു നോർമലായിട്ട് ചേച്ചിനെ ഞങ്ങളുടെ ചിന്തയിൽ വെരി ആക്റ്റീവ് ആയിരുന്നു ചേച്ചി. അതായത് ബാംഗ്ലൂർ IT ഹോസ്പിറ്റലിൽ ഹെഡ് നഴ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്ത് റിട്ടയർ ആയതാണ്. അവർ ബാംഗ്ലൂരായിരുന്നു, അവർ കോട്ടയത്ത് വന്ന് സെറ്റിൽ ആയത്. അപ്പൊ ഈ കോവിഡിന്റെ ഈ സമയത്ത് പോസിറ്റീവായ സമയത്ത് പുള്ളിക്കാരനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അവർ കുറെ ഹോസ്പിറ്റലിൽ നോക്കി, ഇത് ഹോസ്പിറ്റലിൽ കിട്ടാൻ പാടായിരുന്നു. അപ്പൊ ഓക്സിജൻ ഉള്ള ഹോസ്പിറ്റലിൽ ഇല്ലല്ലോ. സിംറ്റംസ് ഇല്ലാതെ തന്നെ ചേച്ചിനെ അവിടെ കൊണ്ടുപോയാൽ നമ്മളൊരു റൂമിൽ കൊണ്ടുപോയാൽ എങ്ങാനും സിംറ്റം വന്നാല് നമുക്ക് ഓക്സിജൻ കിട്ടണമല്ലോ. അന്ന് അവിടെ ഓക്സിജൻ ഇഷ്യൂസ് ഒക്കെ അല്ലായിരുന്നോ. ഇനി ഓക്സിജൻ കിട്ടുമല്ലോ എന്ന് കരുതി ഒരു വലിയ ഹോസ്പിറ്റലിൽ നോക്കി. അവിടെയുള്ള ബാക്കിയുള്ള ഹോസ്പിറ്റലൊന്നും ബെഡില്ലായിരുന്നു ആ ടൈമിലൊക്കെ. ഇവിടെ ബെഡ് അവൈലബിൾ ആയിരുന്നു. അപ്പൊ നോക്കിയപ്പോൾ നല്ല 5 സ്റ്റാർ ഹോട്ടൽ പോലുള്ള അറ്റ്മോസ്ഫിയർ ഇതെല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. അപ്പൊ ആക്ച്വലി ഇതൊക്കെ നടക്കുന്നത് ഈ പുള്ളിക്കാരുടെ എന്റെ ചേച്ചിക്ക് ഒരു മോനും മോളുമാണ്. മോള് ഇവിടെ ഷിക്കാഗോയിൽ, ഇവിടെ അമേരിക്കയിൽ, മോന് ലണ്ടനിൽ. അവര് വെളിയിലാണ്. പക്ഷെ അവരെപ്പോഴും ആരെങ്കിലും ഒരാൾക്ക് എപ്പോഴും പോയി ചേച്ചി അങ്ങനെ സിക്കല്ല. ചേച്ചിയും ചേട്ടനും അവര് ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരു മീൻസ് അവര് സെൽഫ് ഇതായിരുന്നു. അപ്പൊ മോൾ അവിടെ ആയിരുന്നു. അപ്പൊ ഈ മോളും ചേച്ചി കൂടെയാണ് ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയി. അവർ നല്ല അടിച്ചു പോയി. നമ്മൾ ഈ 5 സ്റ്റാർ ഹോട്ടലിൽ കൂടെ നടക്കുന്ന മാതിരി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആദ്യം തുടങ്ങിയപ്പോൾ. അത് കഴിഞ്ഞ് അവിടെ ഒരു രണ്ടാഴ്ചയോളം കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിക്ക് ഇച്ചിരി ഈ ബ്രീത്തിങ് ഇഷ്യൂ പോലെ വരുന്നുണ്ട്. അപ്പം ചേച്ചിക്ക് അവരുടെ ഹോസ്പിറ്റലൊക്കെ കൂടെ ഇൻഫെക്ഷൻ പിടിക്കുന്നു. ചേച്ചിയുടെ ട്രീറ്റ്മെന്റ് അവർ റൈറ്റ് ടൈമിൽ തുടങ്ങുന്നില്ല. അത് കഴിഞ്ഞ് ഇവർ തുടങ്ങി കഴിഞ്ഞപ്പം അത്രയും വലിയ ഹോസ്പിറ്റല് ഒരു ഓക്സിജൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ലോകത്താരെങ്കിലും വിശ്വസിക്കുമോ? ഓക്സിജൻ മെഷീനില്ല. അവര് വിചാരിച്ചു ഇവർക്കെല്ലാം വിവരമില്ലല്ലോ. മീൻസ് ഈ വിവരമില്ലാത്ത, സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പാവങ്ങൾ കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്തവർ ഈ ഉള്ള കാശും വെട്ടി ഹോസ്പിറ്റലിലെ പവർ കണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യുന്ന അവിടെ ഒരൊറ്റ സാധനങ്ങൾ. ഇനി ഓക്സിജൻ ആകെ ഒരു CPAP. ഞാൻ അതേക്കുറിച്ച് റെക്കോർഡിങ്ങിനായിട്ട് വിളിക്കുമ്പോൾ ആ മെഷീൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ, ഞാനൊരു നേഴ്സ് അമേരിക്കയിൽ തന്നെ ജോലി ചെയ്യുന്ന ICUയിൽ നിക്കില്ല ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് ആ ഒരു മെഷീൻ ഉള്ളത് ഞങ്ങൾ മെഷീൻ വെളിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന്
അപ്പോൾ അവർ എവിടുന്നോ ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് പേഷ്യന്റിന്റെ മെഷീൻ എടുത്തുകൊണ്ട് വരുന്നു. ആ മെഷീൻ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാൻ വയ്യായിരുന്നു. അറ്റ്ലീസ്റ്റ് വിശ്വസിക്കാൻ പറ്റുമോ ആ ഹോസ്പിറ്റലിൽ ഒരു മനുഷ്യൻ ആ CPAP മെഷീൻ ഓപ്പറേറ്റ് എന്നിട്ട് അവസാനം എൻ്റെ ആങ്ങളുടെ മോന് ന്യൂയോർക്കിൽ റെസ്പിറേറ്ററി തെറപ്പിസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ഫേസ് ടൈമിൽ അവനെ കൊണ്ട് ആ മെഷീൻ സെറ്റ് ചെയ്യിക്കുവാണ്. ഞങ്ങൾ ചുരുക്കത്തിൽ ഓക്സിജൻ കിട്ടുമെന്ന് ഓർത്തുകൊണ്ട് കൊണ്ടുപോയ എൻ്റെ ചേച്ചിയുടെ ഡെഡ് ബോഡിയും കൊണ്ട് തിരിച്ചു പോന്നു. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകണമെന്ന് വെക്കുമ്പോൾ ഇവർ ഈ ഒരു മെഡിസിൻ ഉണ്ട്, ഈ ഫെന്റനിൽ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബോഡി തളർത്തുന്ന പോലെയാണ്. ചേച്ചിക്ക് അവിടെ വെച്ച് ഇവരുടെ ഹോസ്പിറ്റലൊക്കെ ഒരു ഇൻഫെക്ഷൻ പിടിക്കുന്നു. ആ ഇൻഫെക്ഷന് വേണ്ടി അവർ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തില്ല. 7 ദിവസം കഴിഞ്ഞാണ് അവർ അവരുടെ ഫംഗൽ ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നത്. അവരുടെ തന്നെ ഹോസ്പിറ്റൽ, അതും അവിടുത്തെ ഒരു 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 ഇതായിരുന്നു. അവിടെ പല പേഷ്യൻസ് അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് അത് കഴിഞ്ഞ് അവിടുന്ന് നേഴ്സുമാർ പറയുമ്പോൾ നമ്മൾ അറിയുന്നത്. എന്നിട്ട് ആ ചേച്ചിക്ക് അവർ ആന്റി ഫംഗൽ മെഡിക്കേഷൻ ഉണ്ട്. പിന്നെ അവരുടെ ട്രീറ്റ്മെന്റ് പ്രോപ്പറാ പോയില്ല. ചേച്ചിക്ക് അവസാനം പൊട്ടാസ്യം കുറയാൻ തുടങ്ങി. അപ്പൊ ഇവരെന്നാ ചെയ്തു, ചേച്ചിക്കെല്ലാം മെഡിസിൻ കൊടുക്കാം, ചേച്ചിയുടെ വയറിന് അത് പിടിക്കത്തില്ലേ. അപ്പോൾ അവരെന്നാ ചെയ്തു, IV പൊട്ടാസ്യം, അതായത് ഈ പൊട്ടാസ്യം സ്ട്രെയിറ്റ് IV പുഷ് കൊടുത്താൽ അത് ഒരു ലോകത്ത് ഒരു മനുഷ്യർ കൊടുക്കത്തില്ല. അത് ഈ പൊട്ടാസ്യം IV കൊടുക്കുന്നത് ഇത് കാർഡിയക് മോണിറ്ററിൽ വെച്ച് ചേച്ചിക്ക് കാർഡിയക് പാൽപിറ്റേഷൻ അരിത്മിയ അപ്പോൾ അവർ പറയുകയാണ് ചേച്ചിക്ക് ആൻസൈറ്റി ഉണ്ട്. ആ പൊട്ടാസ്യം കൊടുത്തപ്പോൾ മുതൽ ചേച്ചി ഇത് ഇവർക്ക് എന്നാ അറിയോ, പിറ്റേ ദിവസം മുതൽ ഇവർക്ക് ചേച്ചിനെ ICU കൊണ്ടുപോകണം. ഇവർക്ക് ICU കയറ്റണം. അത്രേ ഉള്ളൂ. ഈ പുള്ളിക്കാരി മോളെന്ന് പറയുന്നത് എന്നാ ഈ മെഡിക്കൽ ലൈൻ അല്ലെങ്കിലും ഷീസ് കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ലേ. അപ്പൊ പുള്ളിക്കാരിക്ക് ഗൂഗിളിൽ നോക്കിയിട്ടല്ല, പിന്നെ എല്ലാം ഞാനുമായിട്ട് കൺസൾട്ട് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ചേച്ചിയുടെ കേസ് ഞങ്ങൾക്ക് ഫുൾ പച്ചവെള്ളം പോലെ ഞങ്ങൾക്ക് അറിയാം അവിടെ എന്ത് നടക്കുന്നതെന്നും ഇവർ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്. ചേച്ചി ഫുഡ് കഴിക്കത്തില്ല, ഇവർ IV ഫ്ലൂയിഡ് കൊടുക്കത്തില്ല. ഞാൻ എത്രയോ പ്രാവശ്യം ഈ നേഴ്സുമാരുടെ ലൈനിൽ നിന്ന് ഇത് ഫേസ് ടൈമിൽ അവരോട് പറഞ്ഞാണ് 2 കുപ്പി അവർ 1 കുപ്പി ഏതാണ്ട് ദമ്മം കൊടുക്കുമ്പോൾ കൊടുക്കും. എന്നിട്ട് ഈ ഡോക്ടേഴ്സ് ചെയ്ത് പണി അവിടെ ഇവർ ഇന്റിബേറ്റ് ചെയ്ത് വെന്റിലേറ്റർ ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാൻ വേണ്ടി എക്സ്പീരിയൻസ്ഡ് ഒരു നേഴ്സിൽ എന്നെയൊന്നും അറിയണം. ചേച്ചിക്ക് ഇവരെ ഇന്റിബേറ്റ് ചെയ്ത് എന്തിനാ ഇന്റിബേറ്റ് ചെയ്യുന്ന അവരോട് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ തരത്തില്ല. ഞങ്ങൾ കാരിത്താസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കാരിത്താസിന് ആംബുലൻസ് വന്നപ്പോൾ ഇവർ ചേച്ചിനെ ഇതേ ഫെന്റനിൽ കൊടുത്ത് നോൺ റെസ്പോൺസീവ് ആക്കിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണെന്നാ പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്തില്ല. പിറ്റേ ദിവസം ഞാൻ അവിടെ ചെല്ലുകയാണ്. ഞാൻ ചെന്നിട്ട് ഞാൻ ചേച്ചിനെ നോക്കുമ്പോൾ ചേച്ചി വെരി റെസ്പോൺസീവ്. ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ട്യൂബിലൂടെ എൻ്റെ പേര് പറയും ചേച്ചി. അപ്പൊ ഞാൻ പറയും ഞാൻ ചേച്ചിനെ കൂടെ തിരിച്ചു പോയിട്ട് ഞാൻ പോകത്തുള്ളൂ. ഞങ്ങൾ പോയി ഡോക്ടറെ പറഞ്ഞു ഞങ്ങൾക്ക് ചേച്ചിനെ ട്രാൻസ്ഫർ ചെയ്യണം, ഞങ്ങൾക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് എടുക്കണം. കാരണം അവർക്ക് വെന്റിലേറ്റർ ഇട്ടിരിക്കുകയാണ്. ചേച്ചിയുടെ ഒരു ബ്ലഡ് ഗ്യാസ് നോക്കുമ്പോൾ ഒരു വെന്റിലേറ്റർ പേഷ്യന്റിന്റെ വെന്റിലേറ്റർ എങ്ങനെ വെന്റിലേഷൻ ചെയ്യുന്നോ അതിന്റെ എയർ എങ്ങനെ അത് വർക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാകാൻ ബ്ലഡ് ഗ്യാസ് നോക്കിയാൽ മതി. പെർഫെക്റ്റ്ലി നോർമൽ ബ്ലഡ് ഗ്യാസ് ആയിരുന്നു ചേച്ചിയുടെ. രാവിലെ ഞാൻ ചെല്ലുന്ന 3 ദിവസം ഞാൻ ചെല്ലുന്നതെന്ന് ICU ഫുൾ ബെഡിലെ പേഷ്യന്റ് ആയിരുന്നേ. ഞങ്ങൾ ആകെ 3 വിസിറ്റിങ്ങിന് പോകേണ്ടി വന്നുള്ളൂ. അപ്പത്തേക്കും തന്നെ അവർ കൊന്നു. ഈ ഓരോ വിസിറ്റിംഗ് ഓരോ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുന്ന ഞാൻ കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ ഇതല്ലേ ഈ വരുന്നതല്ലേ ഇവർ മരിച്ചു കൊണ്ടുപോകുന്നു, ICU കൊണ്ടുവന്ന് എല്ലാം മരിക്കുന്നത്. അപ്പം അതൊക്കെ സീരിയസ് കേസ് ആയിരിക്കും നമ്മൾ അത് ചിന്തിക്കുമല്ലോ. ഞാൻ എന്നിട്ട് ആദ്യം ചേച്ചിനെ കാണാൻ ചെല്ലുമ്പോൾ മൈ ഗോഡ് അതൊരു ഭയങ്കര അൺബെയറബിൾ. ഞാനൊക്കെ ചേച്ചിക്ക് ആ ലങ്സിന്റെ ഇതുള്ളതുകൊണ്ട് ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞ് ഒന്ന് സക്ഷൻ ചെയ്യാവുമല്ലോ. അപ്പൊ ആ പുള്ളിക്കാരി ഒരു സക്ഷൻ ചെയ്ത് ഞാൻ 2ാം ലോകം കണ്ടുപോയി. ഇവിടെ ആ പുള്ളിക്കാരി ആ ട്യൂബിന് എത്ര നീളമുണ്ടോ ആ ട്യൂബ് മുഴുവനും കൂടെ അങ്ങോട്ട് ഇട്ടു. ചേച്ചി ആ വെന്റിലേറ്ററിന് ചങ്കും തള്ളി മേലോട്ട് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചത് നേഴ്സുമാരോട് ചോദിച്ചു, സിസ്റ്റർ ഇവിടെ ഈ ട്യൂബിൽ കുറെ ലൈനും ഈ കളറും ഒക്കെ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അതായത് ആ വെന്റിലേറ്ററിന്റെ ട്യൂബ് അവർ വെച്ചിരിക്കുന്ന ട്യൂബിലുണ്ടതിന്റെ നമ്പർ, അത് ഈ ക്യാപിറ്റലിന്റെ നമ്പർ മാറ്റി ചെയ്തിട്ട് അത്. പക്ഷെ എന്റെ പൊന്നുസുള്ള ഒരു വക അറിയാത്ത കുറെ നേഴ്സുമാർ ഇത് സൈക്കിൾ പറഞ്ഞില്ലേ 6 months അവർക്ക് ഇങ്ങനെ കോൺട്രാക്ട് പോലെ വരുമോ ഇതൊക്കെ വന്നിട്ട് പോലെ ഓരോ എക്സ്പീരിയൻസ് ഉള്ള ഒരു നേഴ്സില്ല, ഒരു മെഷീൻ ഇല്ല. അവിടെ കിടക്കുന്ന ഇതിലെ വെന്റിലേറ്റർ അത് വർക്ക് ചെയ്യാൻ അറിയത്തില്ല. എന്നിട്ട് ഇനി നമുക്കൊന്ന് പോയി ഒന്ന് നോക്കാന്ന് വെച്ചാൽ 5 മിനിറ്റ് അവിടെ നിർത്തത്തില്ല. നമ്മൾ ഈ പള്ളിയിലൊക്കെ ഉള്ള മതമകൾക്ക് എന്നതിനേക്കാളും ഭയഭക്തിയോടെ ചെരുപ്പ് കൂടിയിട്ട് അതിനകത്ത് കയറും. എന്നിട്ട് ഇവരുടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഇൻഫെക്ഷനാണ് ചേച്ചി അവിടെ കിടക്കുന്നത് തന്നെ. അതായത് ചേച്ചി പോയ കോവിഡൊക്കെ നെഗറ്റീവ് ആയിരുന്നു. അതായിരുന്നില്ല ചേച്ചിയുടെ റീസൺ. കോവിഡ് ആകാതെ അവിടെ ഒരു സേഫ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് അവിടെ പോയത്. അതന്നെ, ചേച്ചിക്ക് ഒരു സിംറ്റമേ ഇല്ലായിരുന്നു. ഞങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു കാര്യമില്ല. ചേച്ചിക്ക് വീട്ടിൽ കുത്തിയിരുന്നാൽ മതിയായിരുന്നു. ഈ CPAP മെഷീൻ ഞങ്ങൾ തന്നെ വാങ്ങി അവർക്ക് ഓർത്ത് അത്രയും വലിയൊരു ഷോയിലുള്ള ഒരു 5 star ഹോസ്പിറ്റൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതിനകത്ത് ഓക്സിജൻ മെഷീൻ ഇല്ലെന്ന്.
ലോകത്താണെങ്കിലും വിചാരിക്കും അത്രയും കോവിഡിന്റെ ടൈമിൽ അവിടെ ഒരു ഓക്സിജൻ ഒരു സിപാപ്പ് മെഷീൻ ഉണ്ടല്ലോ, ആ ഒരു സിപാപ്പ് മെഷീനാണ് ആ ഹോൾ ഹോസ്പിറ്റലുള്ളത്. അത് നമ്മളോട് പറയുന്നതിന് ആ നഴ്സുമാർക്ക് ഒരു നാണക്കേടും ഇല്ല എന്നാലും. എന്നിട്ട് അവർ അത് പറയും, എന്നിട്ട് അത് അവർക്ക് വർക്ക് ചെയ്യാൻ അറിയത്തില്ല. അതല്ലേ അതിനേക്കാളും തമാശ. എന്നിട്ട് ഇവർ ചേച്ചിയോട് പറയും, പൊട്ടാസ്യം കൊടുത്തപ്പോൾ കാർഡിയാക് അരിത്മിയ വന്ന ചേച്ചിക്ക് ഇവരോട് പറയും, അയ്യോ അത് അരിത്മിയ. കാരണം അവർക്ക് മനസ്സിലായി ഈ കൊച്ചിന് മെഡിക്കൽ ലൈനില്ലെന്നും എനിക്ക് മെഡിക്കൽ ലൈൻ ഉണ്ടെന്ന് അറിഞ്ഞ കാരണം ഞാനുമായിട്ട് അധികം കമ്മ്യൂണിക്കേറ്റ് ഇല്ല അവർക്ക്. പിന്നെ ഞാൻ ഇവളോട് ചോദിച്ചിട്ടാണ് ഒടുവിൽ ഞാൻ ഈ ചേച്ചി എനിക്ക് പൊട്ടാസ്യം കൊടുത്ത് ചേച്ചിക്ക് ഇതായെന്ന് പറഞ്ഞാൽ അതുവരെ ഞങ്ങളെല്ലാം ഇവിടുന്ന് ഫേസ് ടൈം ചെയ്യും, ചേച്ചിയുടെ വർത്താനം പറയും, അവരുടെ ക്യാൻറ്റീനിൽ ഫുഡും ഒക്കെ വാങ്ങി. ഇവൾ അമേരിക്കയിൽ ചെന്നിട്ട് ചെന്നതല്ല. അപ്പൊ ഇവര് മോളല്ലോ ഹസ്ബൻഡ് വീട്ടിലുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും കൂടെ അവിടെ ആ റൂമിൽ നല്ല സുഖമായിട്ട് ഫുഡും വാങ്ങി എൻജോയ് ചെയ്ത് ഇങ്ങനെ മൂവിയൊക്കെ കണ്ട് ഇങ്ങനെ കുത്തിയിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇവരുടെ ഇൻഫെക്ഷൻ പിടിച്ചപ്പോഴാണ് ഈ ചേച്ചിയുടെ ഇത് കൂടാൻ തുടങ്ങി, എന്നതാ ബ്രീത്തിങ്ങിന് ഇഷ്യൂ തുടങ്ങി. അങ്ങനെ അവിടെയാണ് ഇത് തുടങ്ങുന്നത്. എന്നിട്ട് ഇൻഫെക്ഷൻ വന്നിട്ടും കൂടെ ആ ഇൻഫെക്ഷന്റെ പ്രിലിമിനറി റിസൾട്ട് വരുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വന്നാൽ അറ്റ്ലീസ്റ്റ് അതിനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആന്റി ഫംഗൽ മെഡിസിൻ എന്തെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇവർ വരും, ഡോക്ടർ പറയുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ വരെ നോക്കി നിൽക്കാമെന്ന്. 7-8 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴോ ഇപ്പൊ ഡോക്ടർ അവിടെ ഇല്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് ഈ മറ്റു ഡോക്ടർ വരുന്നത്. അന്നേരമാണ് ആ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരത്തേക്ക് ചേച്ചിയുടെ പൊട്ടാസ്യം താഴാൻ തുടങ്ങി. ഓൾറെഡി ഈ പൊട്ടാസ്യം എന്ന് കൊടുത്തു. പിന്നെ ഇതിനെ ICU കൊണ്ടുപോയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചതിനെ കണ്ടിട്ടില്ല. ചേച്ചിക്ക് പോകണ്ടായിരുന്നു, ചേച്ചി നേഴ്സല്ലായിരുന്നോ, അതുകൊണ്ട് ചേച്ചിക്ക് ICU പോകണ്ടായിരുന്നു. കംപ്ലീറ്റ് അഗേൻസ്റ്റ് മരിച്ചാൽ തന്നെ ICU ഓടിയതെന്ന് ചേച്ചിക്കാണ്. ചേച്ചിക്ക് അറിയാൻ തോന്നുന്നു ഈ അവരുടെ ICU നടക്കുന്നത് എന്നാന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ICU പിന്നെ അവസാനമായപ്പോഴത്തേക്ക് ഞാൻ പറയില്ല, ചേച്ചിക്ക് ഈ പൊട്ടാസ്യം കൊടുത്തതോടെ ചേച്ചിക്ക് വല്ലാതെ ശ്വാസം മുട്ട് തുടങ്ങി. ഇവിടെ ഓക്സിജൻ വർക്കാകുന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ അന്വേഷിക്കുന്ന വേറെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇവര് ICU വിടുന്നില്ല എഗെയിൻസ്റ്റ് മെഡിക്കൽ സയൻസ്. ഇവരെന്തൊക്കെ ഭീഷണിപ്പെടുത്തുമായിരുന്നു അറിയാം കൊച്ചിനെ. അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് അന്നേരം തന്നെ വിളിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡീഷൻ ചെയ്യണം. നമുക്ക് ഫേസ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നടക്കുമ്പോൾ നമുക്കും അറിയാമല്ലോ. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഈ സിപാപ്പിന് എന്ത് നമ്പർ, ഏത് നമ്പറിൽ വെക്കണം, എങ്ങനെ അത് വെക്കണം. എന്നിട്ട് അവിടെ നിന്ന് നമ്മളെപ്പോൾ കൊണ്ടുപോകണം നമ്മൾ ഇത് ചെയ്യുന്നോ, നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയുന്നോ, അപ്പോൾ അവർ ഉടനെ ചേച്ചിയുടെ കണ്ടീഷൻ എന്തെങ്കിലും ആക്കിയിട്ട് പറയും ട്രാൻസ്ഫർ അല്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ അല്ല. അത് കഴിഞ്ഞ് ഒരു രാത്രിയിൽ ഈ പൊട്ടാസ്യം ഇത് കടയിക്കരുത്തുന്നതെന്ന് പറഞ്ഞില്ല. അപ്പൊ ആ സമയത്ത് ചേച്ചിക്ക് ബ്രീത്തിങ് കൂടി. അവിടെ രാത്രിയായിരുന്നു, എനിക്ക് ജോലിയായിരുന്നു. ആ സമയത്ത് ചേച്ചിയുടെ മോക്ക് എന്തൊരു ഡിസിഷൻ ഇവർ വന്ന് പറഞ്ഞു, ഇപ്പൊ കയറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ സൈൻ ചെയ്യണം, അതായത് ട്രീറ്റ്മെന്റ് റിഫ്യൂസ് ചെയ്തെന്നും പറഞ്ഞ് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞുള്ള പേപ്പർ. ഒടുവിൽ ഈ ചേച്ചിക്ക് എന്നത്തേക്ക് ഈ ബ്രീത്തിങ് ഒത്തിരി കൂടി. അപ്പോഴത്തേക്ക് ഇവിടെ ഓർത്തോ ഇനിയിപ്പം മരിച്ചു പോയല്ലോ എന്നുള്ളത് വെച്ച് ഇവിടെ മനസ്സിലായി. അവിടെ ICUലേക്ക് വിട്ടു. അന്നേരം ഇവിടുന്ന് മുമ്പ് ഡോക്ടർ ഇവിടെ എടുത്ത് എന്ത് ചേഞ്ച് ഉണ്ടായാലും ഞങ്ങൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും എന്ത് മെഡിസിൻ കൊടുത്താലും എല്ലാം ഞാൻ അപ്പം നിന്നോട് പറഞ്ഞോളാം. അപ്പോൾ അതായത് വെരി ഓപ്പൺ ആയിട്ട് നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ട് അവിടെ എന്ത് നടന്നാലും നമ്മളും അറിയാം, നമുക്കും അറിയാന്നുള്ള കണ്ടീഷൻ എടുത്തുകൊണ്ട് പോയതാണെങ്കിൽ പിന്നെ ഇവൾ കംപ്ലീറ്റ് ഡിസ്കണക്ട് ആയി മമ്മീന്ന്. പിന്നെ മമ്മീനെ കുറിച്ച് അവർക്ക് ഒന്നുമില്ല. പിന്നെ ഇവിടെ കാണുന്ന മമ്മിയെല്ലാം ഒരു ഡിഫറെന്റ് മമ്മിയായി. അവരെന്നിട്ട് ഞങ്ങൾ അവിടുന്ന് അപ്പൊ ഈ ഇന്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഒന്നാമതെ അവർക്ക് ഓക്സിജൻ ഇല്ലെന്ന് കേട്ടപ്പോഴേ എനിക്ക് മതിയായി ഹോസ്പിറ്റലിനെ കുറിച്ച്. അപ്പോൾ തന്നെ ഞങ്ങൾ ഓർത്ത് പിന്നെ ഞാൻ ഓർക്കുന്നതല്ല, അത് ഇച്ചിരി ഇത് ആന്റി ഇൻഫെക്ഷൻ ആണെങ്കിലും അതിന്റെ ആന്റി ഫംഗൽ മെഡിസിൻ കൊടുക്കുമ്പോൾ അതങ്ങ് ഓക്കെ ആയിക്കോളും. ഇന്റിമേറ്റ് ചെയ്യാൻ ICUക്ക് ഇരുന്ന് അന്ന് നൈറ്റിൽ ഞാൻ അവിടുന്ന് പോകുന്നു അങ്ങോട്ട്. അവിടെ വന്ന് പിറ്റേ ദിവസം ഞാൻ പോയി നോക്കുമ്പോൾ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് എന്നെ മനസ്സിലായി ഇന്റിമേഷനിൽ കിടക്കുക. ഞാൻ നോക്കുമ്പോൾ 2 കൈയും കെട്ടിയിട്ടിരിക്കുക. ചേച്ചിയുടെ ബ്ലഡ് പ്രഷർ ലോയാ, ഒത്തിരി ലോ. ആ മെഷീൻ പിടിച്ചോണ്ടേയിരിക്കും. അവിടെ 3-4 നേഴ്സുമാരുണ്ട് അവിടെ ഇവിടെ കൂടെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിങ്ങനെ ഈ മെഷീൻ അതായത് വെന്റിലേറ്റർ അലാം അടിക്കുന്ന അവർക്ക് മ്യൂസിക് പോലെ. ഞങ്ങൾ ഓൾറെഡി ഈ കാരിത്താസ് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ട്രാൻസ്പോർട്ട് ടീം വന്നു ഹോസ്പിറ്റലിൽ. അപ്പൊ ഇപ്പൊ എനിക്കറിയാം ഫെന്റനിൽ കൊടുക്കുന്നുള്ളൂ. കാരണം ചേച്ചി നോൺ റെസ്പോൺസീവ് ആകും. അപ്പൊ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് എങ്ങനെ മനസ്സിലായെന്നറിയാമോ? ഞാൻ ചെന്നെന്ന് പറഞ്ഞില്ലേ, ഇന്റിമേറ്റ് ചെയ്തതിന്റെ വ്യത്യാസം ഞാൻ ചെന്നപ്പോൾ ഞാൻ ചേച്ചിനെ ചോദിച്ചപ്പോൾ ചേച്ചിക്ക് എന്നെ മനസ്സിലായെന്ന് കേൾക്കുമ്പോൾ ആർക്കും ഈ വെന്റിലേറ്ററിൽ ഈ ഇന്റിമേറ്റ് ചെയ്ത ഒരു മനുഷ്യൻ സംസാരിക്കാൻ പറ്റത്തില്ല. അതായത് നമുക്ക് സൗണ്ട് വരികയില്ല. ചേച്ചി എന്റെ പേര് നല്ല സുഖമായിട്ട് എന്റെ പേര് പറഞ്ഞു. എന്റെ പേര് പറഞ്ഞു. അപ്പൊ ഞാൻ ചേച്ചിനും കൂടി തിരിച്ച് വീട്ടിൽ പോയിട്ട് ഞാൻ ഇനി തിരിച്ചു പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. ചേച്ചി ഹാപ്പി ആയിട്ടിരുന്ന് ചേച്ചിയാ.
അങ്ങനെ ഇറങ്ങി വന്നു. ഇനി വേറൊന്നുണ്ട്, ഞങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഉണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് നമ്മളെ അവരങ്ങോട്ട് ആനയിക്കത്തൊന്നുമില്ല. കാരണം ഇവർ ഓൾറെഡി ഇൻഫർമേഷൻ കൊടുക്കും. നമ്മൾ ഇവരുടെ ലെറ്റർ വാങ്ങിക്കൊണ്ട് പോകണല്ലോ തളിപ്പന്ന് അങ്ങോട്ട് പോകാനായിട്ട്. ലെറ്റർ വാങ്ങി അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഇവർ വിളിച്ച് പറയും ഇങ്ങനെ വെള്ളം വരുന്നുണ്ടെന്ന്. അവർക്ക് അന്നേരം ഇവരെല്ലാം ഒരു ഗ്യാങ് ആയിരുന്നു, ഇവരുടെ കൂടെ പിടിക്കുന്നത്. പക്ഷെ പിന്നെ ഞാൻ ചെന്നിട്ട് ഈ പേപ്പർ കാണിക്കുമ്പോൾ അവർ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എന്തോ ചെയ്യാനാ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പേപ്പറിൽ കാണുന്ന പോലെ അവിടെ നടക്കുവാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ കൊണ്ടുവരുന്നില്ല ഡോക്ടർ. ഇവരുടെ സീപ്പാപ്പ് ഇങ്ങനെ ഇത് അവർ കൊടുക്കുന്നില്ല, വെന്റിലേറ്റർ ചെയ്ത് അവർ സെക്ഷൻ ചെയ്ത് എല്ലാ മിസ്റ്റേക്കും ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ എന്നെ കൊണ്ടുപോകുന്നതാണ്. അന്നേരം ആ പുള്ളിക്കാരനോട് പറയണേ ഓൾറെഡി ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ഈ പുള്ളിക്കാരനോട് പഠിച്ചത്. ഞാൻ നമുക്ക് ഹോസ്പിറ്റലിൽ കുറ്റം പറഞ്ഞാൽ ഇവർക്കൊന്നും പിന്നെ പിടിക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു അവിടെ അതിനുള്ള എക്യുപ്മെന്റ് അത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുമെന്ന് മുന്നേ ഈ നഴ്സസ് അവിടുത്തെ എക്സ്പീരിയൻസ്ഡ് അല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഞാൻ ഹാപ്പിയില്ല, നമുക്ക് അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ കാല് പിടിച്ച് സമ്മതിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ അത് പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് ഈവനിങ് ഒരു വിസിറ്റിംഗ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഈവനിങ് അവിടെ ചെന്നെന്ന് അറിഞ്ഞ വിവരം അറിഞ്ഞപ്പോൾ ഇവർക്ക് കിട്ടിയതുകൊണ്ടായിരിക്കും അപ്പോൾ തന്നെ അടുത്ത ഡോസ് കൊടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ അറിയുന്നില്ലല്ലോ. ഈ ഫെന്റനിൽ കൊടുത്തുകൊണ്ടായിരിക്കും. ചേച്ചി നോൺ റെസ്പിറേറ്ററി. അപ്പം എൻ്റെ അനിയത്തിനോട് പറയാം നീല പറഞ്ഞത് എന്താ ചേച്ചിക്ക് നല്ല റെസ്പോൺസിബിൾ അലേർട്ടാകുന്നാലും ഞാൻ വന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ വിളിച്ചിട്ടൊന്നും മിണ്ടുന്ന പോലും ഇല്ലായിരുന്നല്ലോ നീല പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണമെങ്കിൽ കടം കൊണ്ട് കിടക്കുന്നതായിരിക്കും. കാരണം അങ്ങനെ ഒരു ഇവള് പറയുന്നത് അവൾ മെഡിക്കൽ ലൈനല്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉണ്ടല്ലോ ഞാൻ രാവിലെ ചെല്ലുമ്പോൾ ഞാൻ ബോധം കെട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ കണ്ട ചേച്ചിയെല്ലാം കൈയും കാലും എല്ലാം ഫുള്ള് എടിമ. എന്നിട്ട് എന്റെ ചേച്ചീനെ നമുക്ക് കണ്ടാൽ പോലും തിരിയത്തില്ല. ഞാൻ ചെല്ലുമ്പോൾ കാണും ഒരു ഫെന്റനിൽ, അതായത് ഇവർ ചെയ്തത് മിസ്റ്റേക്ക് ആയിപ്പോയി. ഇവർ ആ നേഴ്സുമാർക്ക് മിസ്റ്റേക്ക് വന്നുപോയി. അവർ 1 ഡോസ് ഫെന്റനിൽ എങ്ങാണ്ട് ഇവർ കൊടുക്കാൻ പറഞ്ഞത് അതെല്ലാം മറന്നുപോയി. അത് കണ്ടിന്യൂസ് ആയിപ്പോയി. ഇനി വേറൊന്നുണ്ട് സുഹൃത്തെ, ഞാൻ ഇവരുടെ പുറകെ നടന്നു. ചേച്ചിക്ക് ഇവർ ആങ്സൈറ്റി എന്ന് പറയുന്നില്ലേ പൊട്ടാസ്യം കൊടുത്തപ്പോ ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരു സെഡേഷനെങ്കിലും കൊടുക്കും. ചേച്ചി ഒന്ന് കാമ്പ് ബ്രീത്തിങ് കൂടി ചേച്ചിക്ക് ബ്രീത്ത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു സെഡേഷൻ എന്തെങ്കിലും ഒന്ന് ഇത് കൊടുക്കുമല്ലോ, നമ്മൾ കാമ്പോസോ ഡയസിപ്പോ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുമല്ലോ. ഒന്നും ഇല്ല ചേച്ചിക്ക് അങ്ങനെ സെഡേഷൻ കൊടുക്കാനേ പറ്റത്തില്ല. ചേച്ചിയുടെ ലങ്സ് എങ്ങനെ ഇങ്ങനെ നമുക്ക് അറ്റ്ലീസ്റ്റ് വെളിയിൽ നിന്ന് ഇത് വാങ്ങിക്കാൻ കിട്ടുമായിരുന്നെങ്കിൽ ഞങ്ങളെ വാങ്ങിക്കൊണ്ട് വരണം, കാണാതെ കൊടുത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾ അതൊന്നും കൊടുക്കത്തില്ല. എന്നിട്ട് ഇവിടെ കയറിപ്പോയി സെന്ററിൽ. എന്നിട്ട് അന്ന് രാവിലെ എനിക്ക് വിശ്വസിക്കാം. അപ്പൊ അന്ന് രാവിലെ ഞങ്ങൾ ഈ ഡോക്ടറുമായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാം ചേച്ചി നോർമലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എങ്ങനെ ഇതൊന്ന് വീൺ ഓഫ് ചെയ്യണ്ടേ എന്നതാ. ഈ വെന്റിലേറ്ററിന്റെ എടുക്കുന്ന വെന്റിലേറ്റർ അവർ എടുക്കാൻ സമ്മതിക്കത്തേയില്ല. ഞാൻ പറഞ്ഞു ചേച്ചിയുടെ സിംറ്റം വെച്ച് നോക്കുമ്പോൾ നമ്മൾ വെന്റിലേറ്റർ എടുക്കാതെ നമ്മൾ എങ്ങനെ അറിയുന്ന ചേച്ചി ബ്രീത്ത് ചെയ്യുമെന്ന്. ചേച്ചി ഓൾറെഡി അലേർട്ടായിരുന്നു തലേ ദിവസം. അപ്പൊ അത് വെച്ചിട്ടല്ലേ ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അവർ പറയാം ട്രക്യൂഷമി ചെയ്യണം. ട്രക്യൂഷമി നിങ്ങൾ അപ്പൊ ഞാൻ ചോദിക്കും ഡോക്ടറിന്റെ ലോങ് ടൈം പേഷ്യന്റ് സ്റ്റോറി എന്നെ ഒരു ലെവലിലേക്കാണല്ലോ പോകുന്നത് പറയുന്നത് ഇങ്ങനെ വെച്ച്. അതിന് ചേച്ചീനെ കൊണ്ടുവന്നിട്ട് ആകെ 2 ദിവസം ഐസിയിലായുള്ളൂ. അപ്പോഴത്തേക്ക് അവർക്ക് ട്രക്യൂസ്റ്റമിയാണ് അവർ പറഞ്ഞത്. ഈ വെന്റിലേറ്റർ എടുക്കണമെങ്കിൽ ട്രക്യൂസ്റ്റമി ചെയ്യണം. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരു കാര്യം ചെയ്തിട്ട് ഡോക്ടർ ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണം, ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും നോക്കിയിട്ട് പിന്നെ നോക്കാൻ ഞങ്ങൾ പറഞ്ഞു. അതാണ് ഞങ്ങൾ രാവിലെ ഞങ്ങൾ സ്ട്രോങ് ആണെന്ന് ഇവിടെ മനസ്സിലായപ്പോഴാണ് ഫ്രണ്ടിന് ഒരു ട്രിപ്പ് കൊടുത്ത് ചേച്ചി ആക്ച്വലി കംപ്ലീറ്റ് കോമയിലേക്ക് പോയി. അത് കണ്ടപ്പോഴത്തേക്ക് ഇവരുടനെ ഞാൻ നോക്കുമ്പോൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന സാധനമൊന്നും അവിടെ ഇന്നില്ല. അവിടെ ഒരു നേഴ്സുമാർക്കൊരു വിവരവും ഇല്ല. അപ്പൊ ഞാൻ തിരിച്ച് ഡോക്ടറെ തുടങ്ങി. ഡോക്ടറെ ഞാൻ 3-ാം പ്രാവശ്യം കൂടെ വരുമ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കാണുന്നത്. എന്റെ ചേച്ചിനെ ഞാൻ ആ കണ്ടീഷൻ ഇവിടെ എടുത്തുകൊണ്ട് പോത്തേ ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ ഇച്ചിരി വെച്ചു. അതോടെ ഇവർക്ക് മനസ്സിലായി ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത് ദൈവം കൂട്ടരാന്ന്. അതുകൊണ്ട് അവർ പെട്ടെന്ന് ഞങ്ങൾക്കൊരു മീറ്റിംഗ് അവിടെ ഇവരുടെ ഒരു മോൺസിംഗ് ഡോക്ടർ അവരുമായിട്ട് ഒരു മീറ്റിംഗ് വെച്ച് ഞങ്ങളിവിടെ 3 ഡോക്ടേഴ്സ് ഞങ്ങൾ 3 പേര്, അതായത് ഈ ചേച്ചിയുടെ മോനും മോളും ഞാനും. എന്നിട്ട് അവിടെ 3 ഡോക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് ചോദിച്ചു ഒരെണ്ണത്തിൽ പോലും ഇവർക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു ലാസ്റ്റിൽ ഇവർക്ക് തലേ ദിവസം ഞാനവിടെ നഴ്സിനോട് ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെയല്ലോ ചേച്ചി എങ്ങനെ ഇത് പെട്ടെന്ന് ഇങ്ങനെ കണ്ടീഷൻ വന്നപ്പോഴേ ചേച്ചിക്ക് കാർഡിയക് അറസ്റ്റ് ഉണ്ടായിരുന്നു തലേ ദിവസം ഇല്ലാത്ത ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ. അപ്പോൾ ഞാൻ ചോദിച്ചു കാർഡിയക് അറസ്റ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞില്ല? അവരുടെ ഫോൺ നമ്പറും എല്ലാം അവിടെ ഇരിക്കുക. അവരാരും ഞങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്തില്ല. അവിടെ കാർഡിയക് ഞാൻ പറയട്ടെ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന മനസ്സിലാക്കി ഇവർ കൊടുത്ത ഫെന്റനിൽ ചേച്ചീനെ ലോക്ക്ഡൌൺ ചെയ്യണമെന്ന് ഇവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് കണ്ടിന്യൂസ് ട്രിപ്പ് പോയപ്പോൾ ചേച്ചി കണ്ടാൽ ഔട്ട് ഓഫ് ഇതായിപ്പോയി. എന്നിട്ട് ഞങ്ങൾ ഈ മോൺസിംഗ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ റൂമിൽ പോയി സംസാരിക്കും. ഈ പുള്ളിക്കാരൻ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പിന്നെ അറ്റ്ലീസ്റ്റ് അറിയാൻ കേൾക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചപ്പോൾ ഇവർക്ക് വരെ ഞങ്ങൾക്ക് വെളിയിലുള്ള പോലെ സൗകര്യമൊന്നും ഇല്ല ഇവിടെ. അപ്പൊ ഞാൻ ചോദിച്ചു
വെളിയിലുള്ള പോലെ സൗകര്യം അല്ലല്ലോ ഡോക്ടർ ഞാൻ ആവശ്യപ്പെടുന്നത്. ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ ഓക്സിജൻ സിലിണ്ടറിൽ അത് വർക്ക് ചെയ്യാൻ അറിയത്തില്ല, ഒരു വെന്റിലേറ്ററിലിടുന്ന പേഷ്യന്റിനെ സക്ഷൻ ചെയ്യാൻ അറിയത്തില്ല, വെന്റിലേറ്റർ ഇടുന്ന പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാൻ അറിയത്തില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഈ ICU കയറ്റിക്കൊണ്ട് ഞങ്ങൾ ചേച്ചിനെ കൊണ്ട് വേറെ അടുത്ത് പോകാന്ന് പറയുമ്പോൾ എല്ലാം നിങ്ങൾ അൺറെസ്പോൺസീവ് ആക്കും. ഇപ്പൊ എനിക്ക് മനസ്സിലായി ചേച്ചി എന്തിനാ അൺറെസ്പോൺസീവ് ആയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കി വിതിൻ 2 days ഓരോ പ്രാവശ്യം ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുമ്പോൾ ചേച്ചി നോൺ റെസ്പോൺസീവ് ആവും. എന്നിട്ട് ട്രാൻസ്ഫർ മാറ്റി കഴിയുമ്പോഴത്തേക്കും ചേച്ചി നോർമൽ ആവും. അന്നേരം ഞാൻ ചോദിച്ചു നിങ്ങൾ ഓരോ പ്രാവശ്യം പെൻഡനിൽ കൊടുത്തിട്ടല്ലായിരുന്നു ചേച്ചിനെ നോൺ റെസ്പോൺസീവ് ആക്കിക്കൊണ്ടിരുന്നത്, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ. കാരണം ഇപ്രാവശ്യം നിങ്ങൾ വെച്ചപ്പോൾ കണ്ടിന്യൂസ് ട്രിപ്പ് പോയതുകൊണ്ടല്ലേ ഞാൻ കണ്ടേ. അപ്പോൾ ഡോക്ടർ പറയണേ ഇല്ല ഞങ്ങൾ 1 time കൊടുത്തത്. ഞാൻ നിങ്ങൾ 1 time ആയിരിക്കും കൊടുത്തത് ഓർഡർ ചെയ്തു. പക്ഷെ അവിടുത്തെ നേഴ്സുമാർക്ക് ബോധമില്ല, അവർ കണ്ടിന്യൂസ് വെച്ച് ഞാൻ ചെന്നപ്പോൾ കണ്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചില്ല നേഴ്സിനോട് നിങ്ങൾ ഇതിന്റെ പെൻഡനി കൊടുത്തു. അന്നേരം അവർ പറഞ്ഞത് കാർഡിയക് അറസ്റ്റ് ആയതായിരുന്നു. ഇത് കൊടുത്ത കാർഡിയക് അറസ്റ്റ് ആവത്തില്ലേ? ഇത് എന്തുവായിരുന്നു അവിടെ എന്ത് കൊലയാണ് നടക്കുന്നത് വെച്ചിട്ട് അവര് മരിച്ച റിപ്പോർട്ട് എന്നാണെന്നറിയാമോ? സെപ്റ്റിസീമിയ, അതായത് ഇൻഫെക്ഷൻ, ബ്ലഡ് ഇൻഫെക്ഷൻ. രാവിലെ വരെ ഇൻഫെക്ഷൻ കുറഞ്ഞോണ്ടിരിക്കും. ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, ചേച്ചിക്ക് CRP കൂടിയത് കൊണ്ടാണ് ചേച്ചിക്ക് ഈ ബ്രീത്തിങ് ഇഷ്യൂ എല്ലാം വരേണ്ടി വന്നത്. അതിനാൽ CRPയുടെ നല്ല ഞങ്ങൾക്ക് CRP കൂടുന്നു, ചേച്ചിക്ക് ഇൻഫെക്ഷൻ വന്ന് മരിക്കുമോ കോവിഡ് വന്ന് മരിക്കുമോ ഞങ്ങൾക്ക് ഓക്കെ. അറ്റ്ലീസ്റ്റ് അവിടെ ഓക്സിജൻ ഇല്ലായിരുന്നു, ഇവർ ICUവിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവർ പൊട്ടാസ്യം കൊടുത്തപ്പോൾ ഇവർ മോണിറ്ററിംഗ് ഇല്ലാതെ ഈ IV പൊട്ടാസ്യം ആരും കൊടുക്കത്തില്ല. അത് കൊടുത്താൽ തന്നെ അത് കാർഡിയക്ക് മോണിറ്റർ വെച്ച് കൊടുക്കേണ്ട മെഡിസിന്. അത് അവർ ചുമ്മാ ഒരു IV പുഷായിട്ടൊന്ന് കൊടുത്തു. അത് കൊടുത്തതാണെങ്കിൽ പിന്നീട് ചേച്ചി തിരിച്ചു വന്നില്ല. അന്ന് തുടങ്ങിയതാണ് ചേച്ചിയുടെ ഹാർട്ട് പോലെ. അത് ആങ്സൈറ്റി തുടങ്ങി. പിന്നെ ചേച്ചി പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അവിടെ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം. ഞങ്ങൾ എന്നിട്ട് ഡെത്തിന്റെ റീസൺ ചോദിച്ചതേ. കാരണം ഞങ്ങൾക്ക് അറിയാനുള്ള ഏത് റീസൺ ഉണ്ട്. കാരണം തലേദിവസം ട്രക്കേഷനിൽ ചെയ്ത് ലോങ് ടൈമിലേക്ക് വെക്കാനുള്ള പേഷ്യന്റ് എങ്ങനെ പിറ്റേ ദിവസം മരിക്കുന്നത് ഇല്ലല്ലോ. കാരണം ബ്ലഡ് ഗ്യാസ് എല്ലാം നോർമൽ അല്ലായിരുന്നോ. അപ്പം ചേച്ചിക്ക് ഇൻഫെക്ഷൻ ഉണ്ട്, CRP ഹൈ ആയിരുന്നു. പക്ഷെ ആ CRP ഹൈയുടെ പേരിൽ അതിൻ്റെ സംഭവിക്കത്തില്ല. അതുകൊണ്ട് അവർ കാർഡിയക് അറസ്റ്റ് ഉണ്ടാക്കി. എന്തിനാ? അപ്പൊ അവർ ഫെന്റനിൽ കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്നും മിണ്ടാനില്ല, ഡോക്ടേഴ്സിനൊന്നും മിണ്ടാനില്ല. ഒടുവിൽ ഈ മോൻസിംഗ് എന്നും പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കാൻ പോയിരുന്ന അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടല്ലോ, ഒരു മുട്ടത്തലയുണ്ട് അവിടെ ഒരു അച്ഛൻ. എന്റെ പൊന്നി ഇവർക്കൊക്കെ ഇത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ അവർക്ക് പുത്തിരിയൊന്നും ആയിരുന്നില്ല. അങ്ങനെ കുറെയാണ് ഇങ്ങനെ വന്നും കേട്ട് ഇവർക്ക് ഇതൊരു നിത്യ സംഭവം പോലെയായിരുന്നു. പക്ഷെ ഞങ്ങൾക്കിത് ഞങ്ങളുടെ ലൈഫിലായി. ചേച്ചിക്ക് 72 വയസ്സുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നത് അതിനെ അവിടെ വെച്ച് ഞങ്ങൾ എല്ലാവരും. ചേച്ചിനെ ഞങ്ങൾ ആ രീതി കണ്ടിട്ടില്ല. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രായം ചെന്നവർ തള്ള മക്കളൊക്കെ വെളിയിൽ നോക്കിയപ്പോൾ നല്ല കാശുള്ള പാർട്ടിയാണെന്ന് ഇവർക്ക് പിടിയിട്ടുകയും ചെയ്തു. അതുകൊണ്ട് എങ്ങനെ കൊയ്യാന്ന് വിചാരിച്ചു. അത് കൊയ്യാനുള്ള ഏറ്റവും വലിയ ഇടമാണ്. ICU കൊണ്ടുപോയാൽ പിന്നെ ആരും ഒന്നും കാണിയില്ല. ഒരൊറ്റ എക്സ്പീരിയൻസ്ഡ് നേഴ്സ് അവിടെ ഇല്ല. നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അവർ ആൻസർ പറയില്ല. ഒരു 5 മിനിറ്റ് അതിനകത്ത് നിൽക്കാൻ ആ സെക്യൂരിറ്റികൾ സമ്മതിക്കത്തില്ല. അവർ നമുക്ക് ഇച്ചിരി അറിയാവുന്നതാണ്. പിന്നെ 2 മിനിറ്റ് നിർത്തത്തില്ല. എന്നെ അങ്ങ് ഇറക്കുകയാണ്. ഞാൻ അവിടുന്ന് അവർ കാണാതെ 2 ഫോട്ടോ എടുത്തുകൊണ്ടാണ് ഇതിന്റെ ഈ മെഷീന്റെ ഒക്കെ സെറ്റിംഗ് എനിക്ക് കാണാം. ചേച്ചിയുടെ MRI എടുത്തു, എക്സ്റേ എടുത്തു, എല്ലാം നോർമൽ ആയിരുന്നു. അവിടത്തെ കുറിച്ചുള്ള നെഗറ്റീവ് കേൾക്കാൻ തുടങ്ങിയതോടെ പിന്നെ ഇവർക്ക് ഗുണ്ട ലിസ്റ്റ് ഉണ്ട്. ഇതുങ്ങളെല്ലാം ഭയങ്കര ഗുണ്ടകൾ. നമുക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവര് നമ്മളെ തന്നെ മൂഞ്ചി പോലെ വെച്ചേക്കത്തില്ല. അതുപോലെ ഇവരുടെയൊക്കെ പുറകെ ഓടാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും തിരിച്ചു പോരേണ്ടവരല്ലേ, അവിടെ വേറെ ആരും ഇല്ല. പിന്നെ എൻ്റെ ഒരു ആങ്ങളെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇനീഷ്യലി ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഹോസ്പിറ്റലിന്റെ അറ്റ്മോസ്ഫിയറിൽ. നല്ല റൂമും നല്ല ക്ലീൻ ഇതുപോലൊരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞാൽ നടക്കുമോ? അതുകൊണ്ട് ചേട്ടായിയൊക്കെ പറഞ്ഞു എൻ്റെ സീനിയർ ഏത് സിക്കായാലും ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് അഡ്മിറ്റ് ആവത്തുള്ളൂ, വണ്ടി എടുത്ത് ഞങ്ങൾ വളർന്നില്ല. അപ്പൊ അത്രയും കൂടെ അത് ഹാപ്പി ആയിരുന്നു അതിനെ കുറിച്ച്. പക്ഷേ കണ്ടീഷൻ മാറി കഴിയുമ്പോഴല്ലേ അവരുടെ യഥാർത്ഥ അവിടെ എല്ലാം നടക്കുന്നതെന്നും അവർക്ക് എല്ലാം ബാക്ക്ഗ്രൗണ്ട് ആ ഹോസ്പിറ്റലിന്റെ ബിൽഡിംഗ് അല്ലാതെ അതിനകത്ത് എന്നാന്നുള്ളത് നമ്മൾ അറിയുന്നത്. എന്തൊരു ലോകം ആ നാട്ടിൽ. എനിക്ക് അവിടെ എങ്ങാനും സിക്കായി കഴിഞ്ഞാൽ ഞാനും അവിടെ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ബാംഗ്ലൂര്. പക്ഷെ ഇത്രയും കച്ചവടമായിരുന്നില്ല. അന്നൊക്കെ കുറച്ചുകൂടെ മനുഷ്യത്വം ഉണ്ടായിരുന്നു തോന്നി. ഇപ്പൊ അവിടെ ചുമ്മാ കച്ചവടമായി മാറി. ഇതുപോലെ പുറം ലോകമറിയാതെ ആശുപത്രിക്കുള്ളിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റുകളിൽ ഒന്ന് ശബ്ദിക്കുവാൻ പോലും കഴിയാതെ മരണത്തിന് കീഴ്പ്പെടുന്ന അനേകരുണ്ട്. മരണം സംഭവിച്ചത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ കൊണ്ടാണെന്ന് ബന്ധുക്കൾക്ക് ആ സമയം തിരിച്ചറിയുവാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ടും ഉറ്റവരുടെ ആ സമയത്തെ മാനസികാവസ്ഥ വളരെ ദുർബലമായതുകൊണ്ടും ആശുപത്രി മാനേജ്മെന്റിന്റെ പിടിപാട് കൊണ്ടും ഇത്തരം മരണങ്ങൾ അവരുടെ കുടുംബ സർക്കിളുകളിൽ മാത്രമായി ഒതുങ്ങുന്നു. ആശുപത്രിയാകട്ടെ ഇതുപോലെയുള്ള പാതകങ്ങൾ നിർബാധം തുടരുകയും ചെയ്യുന്നു. നിങ്ങൾക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കൂ. സത്യമാണെങ്കിൽ ഞങ്ങളത് ലോകത്തെ അറിയിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.